ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് പച്ചക്കുരുമുളക് അരച്ച മത്തി ഫ്രൈ, അതാണ് നമ്മുടെ റെസിപ്പി. അതിനായിട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കിയ മത്തി ഒരു ജാറിൽ കുറച്ച് പച്ചക്കുരുമുളക് എടുക്കുക. അതിലേക്കൊരു കഷ്ണം ഇഞ്ചി, ആവശ്യത്തിനുള്ള കാന്താരി മുളക് എല്ലാം കൂടി നല്ല മഷി പോലെ അരച്ചെടുക്കുക. അത് നമ്മുടെ മത്തിയിലേക്ക് ഇട്ടേച്ച് നല്ലവണ്ണം യോജിപ്പിക്കണം. കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പ്, അതുപോലെ തന്നെ ചെറുനാരങ്ങയുടെ നീര് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കണം. നന്നായി തിരുമ്മി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് നേരം ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം നമുക്ക്. അതിനുശേഷം ഒരു പാൻ എടുത്ത് അടുപ്പിൽ വെച്ച് ചൂടാക്കി അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചേക്കുന്നത്. വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതായിരിക്കും കുറച്ച് നല്ലത്. ടേസ്റ്റ് വെളിച്ചെണ്ണയാണ്. ചൂടായി വന്നതിന് ശേഷം നമ്മുടെ ഈ മത്തി അതിലേക്ക് നിരത്തി വയ്ക്കുക. എണ്ണ ചൂടായതിന് ശേഷം മത്തി നിരത്തണേ. മത്തി ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ എടുത്ത് നിരത്തുക. അതിനുശേഷം നമുക്ക് ആ ബാക്കി വന്ന ഒരു അരപ്പുണ്ടല്ലോ, അത് ഇതിലേക്ക് ഇങ്ങനെ ഇറ്റിച്ചു കൊടുക്കുക. ഒന്ന് തേച്ച് പിടിപ്പിക്കുക. എല്ലാ മത്തിയിലേക്കും അതങ്ങനെ തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം നമുക്ക് പതിയെ പൊടിഞ്ഞു പോകാതെ മെല്ലെ മത്തി ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഒരു വശം ഒന്ന് മൂത്തിട്ടുണ്ട്, പൊടിഞ്ഞു പോകാതെ മറിച്ചിട്ട് കൊടുക്കുക. മറിച്ചിട്ടതിന് ശേഷം ചെറിയുള്ളി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും അതിങ്ങനെ അതിൻ്റെ മുകളിലേക്ക് വിതറുക. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കൂടി തൂവുക. അതിൻ്റെ മുകളിൽ വറ്റൽമുളക് ചതച്ചത്, അത് എരിവ് ആവശ്യത്തിന് നോക്കി വേണം ഇടാൻ. നമുക്ക് കുരുമുളകും കാന്താരി മുളകിൻ്റെയൊക്കെ എരിവുണ്ട്. അപ്പോൾ എന്നിട്ട് മെല്ലെ ഇതിങ്ങനെ തിരിച്ചു മറിച്ചിട്ട് ആ ഒരു ചെറിയുള്ളിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. നല്ല ടേസ്റ്റാണ്. സാധാരണ നമ്മൾ മത്തി പൊരിക്കുന്നതിലും ടേസ്റ്റാണ് ഇങ്ങനെ പൊരിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല മൂത്ത് നല്ല ടേസ്റ്റി മത്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണേ.